ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ കുറേ പേരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് ഉണ്ട്. പെട്ടെന്ന് ആർട്ട് സപ്ലൈ മെറ്റീരിയൽസ് ഒക്കെ തീർന്നു പോകുമ്പോൾ ഓടിപ്പോയി സ്റ്റോറിൽ പോയിട്ട് വാങ്ങിക്കാൻ എല്ലാവർക്കും പറ്റുന്നില്ല. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരുപാട് പേര് ചോദിക്കുന്നതും ഒരുപാട് പേര് നോക്കുന്നതുമായ വർക്ക് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിച്ച്, അത് എന്ത് തന്നെ ആയാലും പെയിന്റ് ആയാലും മറ്റു സാധനങ്ങളായാലും കുറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയുള്ള വർക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇപ്പോൾ കുറേ പേര് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അങ്ങനത്തെ ഒരു വർക്കായിട്ടാണ്. ഇന്നത്തെ ബോട്ടിൽ ആർട്ടിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ആദ്യത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് പെയിൻറ്റ് മാത്രമേ ഞാൻ ഈ ഒരു ബോട്ടിൽ ആർട്ടിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. അതായത് നമുക്ക് ഒരുപാട് പെയിൻറ്റിൻ്റെ ചിലവൊന്നും ഇല്ലാതെ വളരെ കുറച്ച് പെയിൻറ്റ് മാത്രം ഉപയോഗിച്ച് വെറും 2 കളേഴ്സ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ബോട്ടിൽ ആർട്ട് മുഴുവൻ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു പെൻസിൽ വെച്ചിട്ട് മാത്രമാണ്. അതെ, ഒരു പെൻസിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, വേറെ ഒരു ടൂളും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഒരു പെൻസിൽ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ, കുറച്ച് അക്രിലിക് പെയിൻറ്റും ഉണ്ടോ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പറ്റും. ഈ വർക്കിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളേർഡ് ബോട്ടിൽ ചൂസ് ചെയ്യാം. ഏത് കളറായാലും കുഴപ്പമില്ല. ഇങ്ങനത്തെ കളേർഡ് ബോട്ടിൽ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബേസ് കോട്ട് പെയിൻറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അത്രയും പെയിൻറ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബോട്ടിൽ ആർട്ടിന് വേണ്ടി 2 അക്രിലിക് കളേഴ്സ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും ഈക്വൽ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡും നമുക്ക് ഉണ്ടാക്കാം. ഞാനിന്ന് ചൂസ് ചെയ്തിട്ടുള്ളത് ഡീബ്രിൽ പർപ്പിളും ടൈറ്റേനിയം വൈറ്റും ആണ്. ഈ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ശരിക്കൊരു പെൻസിൽ മാത്രമേ ആവശ്യമുള്ളൂ. പെൻസിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ ലാർജർ ഡോട്ട്സും ഫ്രണ്ട് സൈഡിൽ നമുക്ക് ചെറിയ ഡോട്ട്സ് കൊടുക്കാനും യൂസ് ചെയ്യാം. ഇനി പെൻസിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള ആളുകൾക്ക് ചെറിയ ഡോട്ട്സിന് ടൂത്ത് പിക്കും വലിയ ഡോട്ട്സിന് ഒരു പെന്നിൻ്റെ ബാക്ക് സൈഡും യൂസ് ചെയ്യാം. പെൻസിലിൻ്റെ ബാക്ക് സൈഡും ഡീബ്രിൽ കളറും ഉപയോഗിച്ച് നമുക്ക് ലാർജർ ഡോട്ട്സ് ഈ കാണിച്ചിരിക്കുന്ന പോലെ കൊടുക്കാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഡീബ്രിൽ പർപ്പിളും ടൈറ്റേനിയം വൈറ്റും ഈക്വൽ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആ ലൈറ്റർ ഷെയ്ഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് റോ ഓഫ് ലാർജർ ഡോട്ട്സ് ക്രിയേറ്റ് ചെയ്യാം. അടുത്ത ടൈറ്റേനിയം വൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ലാർജർ ഡോട്ട്സ് ഇതിൻ്റെ ഇടയിലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം കൊടുത്ത സെറ്റ് ഓഫ് ഡോട്ട്സിൻ്റെ മിഡിലിൽ വരുന്ന പോലെയാണ് നമ്മൾ സെക്കൻഡ് സെറ്റ് കൊടുത്തത്. ഇനി അതിൻ്റെ മിഡിലിൽ വരുന്ന പോലെയാണ് തേർഡ് സെറ്റ് കൊടുക്കുന്നത്. അത് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് സെൻറ്റർ പോർഷനിൽ ഡീപ് ഡ്രിൽ ഉപയോഗിച്ച് ഒരു ലാർജർ ഡോട്ടും അതിന് ചുറ്റുമായി വളരെ ചെറിയ ഡോട്ട്സ് ടൈറ്റേനിയം വൈറ്റിൽ കൊടുക്കാം. ഇനി ആ ലൈറ്റർ ഷെയ്ഡ് വെച്ചിട്ട് നമുക്ക് ചുറ്റും ലാർജർ ഡോട്ട്സ് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഡീബ്രിൽ പർപ്പിൾ യൂസ് ചെയ്ത് ഇപ്പോൾ കൊടുത്ത സെറ്റിൻ്റെ ഇടയിലായിട്ട് വരുന്ന പോലെ നെക്സ്റ്റ് ലെയർ ഓഫ് ഡോട്ട്സ് കൊടുക്കാം. അതുപോലെ തന്നെ ടൈറ്റേനിയം വൈറ്റ് ഉപയോഗിച്ച് നമുക്ക് അടുത്ത ലെയർ ഓഫ് ഡോട്ട്സ് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ ഡോട്ട്സ് ആണ് കൊടുക്കേണ്ടത്. ഞാൻ ഈ കാണിച്ചിട്ടുള്ള പാറ്റേണിൽ നമുക്കത് ചെയ്യാം. മൂന്ന് കളേഴ്സ് ഉപയോഗിച്ച് 3 ലെയർ ഓഫ് ചെറിയ ഡോട്ട്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ ആ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുന്നത്. പെൻസിൽ ഉപയോഗിച്ച് തന്നെ ഇതിനിടയിലുള്ള സ്പേസ് നമുക്ക് ഫില്ല് ചെയ്യാം. അതിന് ഞാൻ കൊടുക്കുന്ന ഒരു ഈസി പാറ്റേൺ ആണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫൈനലായിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത പാറ്റേണിൻ്റെ ഇടയിലെല്ലാം ചെറിയ വൈറ്റ് ഡോട്ട്സ് വെച്ച് ഫില്ല് ചെയ്യാണ്. ഡീറ്റെയിലിംഗ് കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഡോട്ടിംഗ് ടൂൾസ് ഇല്ലാത്തത് കൊണ്ട് ഡോട്ട് മണ്ടാല ആർട്ട് ചെയ്യുന്നില്ല എന്നുള്ള എക്സ്ക്യൂസ് ഇനി ആരും പറയരുത്. ഒരു പെൻസിൽ മാത്രം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് ഒരു ഡോട്ട് മണ്ടാല ആർട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എനിക്ക് ഫോട്ടോസ് അയച്ചു തരണം. ഇപ്പോഴും കുറേ പേര് കമൻസിൽ വന്ന് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് ഞങ്ങൾ ചെയ്ത വർക്ക് ഫോട്ടോസ് അയച്ചു തരാൻ പറ്റുക എന്നുള്ളത്. ഞാൻ എല്ലാ വീഡിയോൻ്റെ താഴെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് ലിങ്കും ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഇമെയിൽ അഡ്രസ്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ഞങ്ങൾക്ക് ഇമെയിൽ അയക്കാവുന്നതേ ഉള്ളൂ. ഇമെയിൽ അഡ്രസ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്ക്സിൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന പോലെ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് എല്ലാവർക്കും പറയാമല്ലോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ഞാൻ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കണ്ടന്റ് ഇഷ്ടമാവുന്നുണ്ട്, ഞങ്ങളെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ഞങ്ങളെ അറിയിക്കുക. പിന്നെ ഇനി എന്തെങ്കിലും കണ്ടന്റ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.